അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള തജ്വീദുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ 2024 അർദ്ധവാർഷിക പരീക്ഷയുടെ ആൻസർ പേപ്പറാണ് ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇതിൽ പറയുന്ന ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും വ്യക്തമായി മനസ്സിലാക്കുകയും പരീക്ഷയിലേക്ക് നമ്മൾ ഒരുങ്ങുകയും ചെയ്യേണ്ടവരാണ്. ഇസ്മി എന്ന സ്ഥലത്ത് പേരെഴുതുക, റഖം എന്ന സ്ഥലത്ത് നിങ്ങളുടെ നമ്പറും എഴുതി കൊടുക്കുക. കോളത്തിൽ ശരി എന്ന് അടയാളപ്പെടുത്തുക. 1. ഹബുലുൻ എന്നതിൽ ആദ്യത്തെ അക്ഷരം. ഹബുലുൻ എന്നതിൽ 3 അക്ഷരമുണ്ട്. ഇതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ജീം, ഹാ, ഹാ. ഹാ എന്നുള്ളതാണ് ഉത്തരം. ലതുസ്അലുന്ന എന്നതിൽ മണിച്ചു ഓതണം. ഏതക്ഷരത്തിനെയാണ് നമ്മളിവിടെ മണിച്ചു ഓതേണ്ടത്? താഇനെയാണോ, ലാമിനെയാണോ, അതോ നൂനിനെയാണോ? നൂനിനെയാണ് നമ്മൾ മണിച്ച് ഓതേണ്ടത്. ലതുസ്അലുന്ന മണിച്ച് ഓതേണ്ടതാണ് നൂനിനെ. ഇനി ഇതുപോലത്തെ മറ്റു പേപ്പറുകളിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് എന്താക്കും? ഇതുപോലത്തെ ഉദാഹരണങ്ങൾ പറയും. ആ സമയത്ത് ഈ കാര്യം മനസ്സിലാക്കണം. 3ാമത്തെ ചോദ്യം വമാ അദ്റാക എന്നതിൽ കൂടുതൽ നീട്ടി ഓതണം. ഏതക്ഷരത്തിനെയാണ് ഓതേണ്ടത്? മീമിനെ, റാഇനെ, ദാലിനെ. മീമിനെയാണ് നമ്മൾ കൂടുതൽ നീട്ടി ഓതേണ്ടത്. 4ാമത്തെ ചോദ്യം ഫഅസർന ബിഹി നഖ്അ എന്നതിലെ ഹായിനെ എന്ത് ചെയ്യണം? നീട്ടാതെ ഓതണം, നീട്ടി ഓതണം, മണിച്ച് ഓതണം. ഉത്തരം നീട്ടി ഓതണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഫഅസർന ബിഹി, ബിഹി ഇവിടെയുള്ളതായ ഹായ് ഇതിനെ എന്ത് ചെയ്യണം? നീട്ടിയിട്ടാണ് ഓതേണ്ടത്. കാരണം ഇവിടെ ചെറിയൊരു കുഞ്ഞിയാകുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കാണുന്നുണ്ടോ? 5ാമത്തത് ശ്രദ്ധുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ. ശ്രദ്ധുള്ള സമയത്ത് മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ ഏത്? ജീം, ഹാ, അല്ലെങ്കിൽ മീം, നൂന്, ലാം, റാ. നമ്മൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ട്. മീമും നൂനുമാണ് ശ്രദ്ധുള്ള സമയത്ത് നമ്മൾ മണിച്ച് ഓതേണ്ടത്. 6ാമത്തത് സിൽസാലഹ എന്നതിലുള്ള അക്ഷരങ്ങൾ. 5, 6, 7. 7 അക്ഷരങ്ങളാണ്. സായ്, ലാം, സായ്, അലിഫ്, ലാം, ഹാ, അലിഫ്. ഇങ്ങനെ 7 അക്ഷരങ്ങളാണ് ഉള്ളത്. 7ാമത്തെ ചോദ്യം ഖാഫ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്ക് ഏതാണ്? ഖാഫ് എന്ന് പറഞ്ഞാൽ 2 പുള്ളിയുള്ള ഖാഫ്. ഫസബ്ബിഹ് കൈദഹും ഖുറൈശ്. ഇതിലേതാണുള്ളത്? ഫസബ്ബിഹ് അല്ല, കൈദഹും അല്ല, പിന്നെ ഖുറൈശ്. 2 പുള്ളിയുള്ള ഖാഫ്. ഇനി നിങ്ങൾ 8ാമത്തെ ചോദ്യം ഒന്ന് നോക്കൂ. അലൽ അഫ്ഇദ. മനസ്സിലായില്ലേ? അലൽ അഫ്ഇദ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ ഏതാണ്? ഇതിൽ ഉച്ചരിക്കാത്ത ആ ഉച്ചരിക്കുന്നുണ്ട്, ലാ ഉച്ചരിക്കുന്നുണ്ട്, അതിനുശേഷമുള്ള അലിഫ് ഉച്ചരിക്കുന്നില്ല. യാന്റെ രൂപത്തിലുള്ളതായ അലിഫ്. അതേപോലെ തന്നെ അൽ അഫ്ഇദ ഇവിടെയുള്ളതായ വസ്ലിൻ്റെ ഹംസയും നമ്മൾ എന്താക്കുന്നില്ല? ഉച്ചരിക്കുന്നില്ല. അപ്പോൾ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നില്ല. ഇവിടെ ചോദ്യം 4, 2, 3. 2 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. 9ാമത്തെ ചോദ്യം ഫാ എന്ന അക്ഷരമുള്ള വാക്ക് ഏത്? സഫീഹൻ, മുനീറൻ, നഖീറൻ. ഇവിടെയാണ് ഫാ ഉള്ളത്. സഫീഹൻ. 10 വഅമ്മസ്സായില എന്നതിലുള്ള അലിഫുകൾ. ഇതിൽ മൊത്തത്തിൽ എത്ര അലിഫുകളുണ്ട്? 4, 3, 2. എത്ര അലിഫുകളുണ്ട്? 1, 2,
3 4 4 അലിഫുകളാണുള്ളത്. ഓക്കെ അല്ലേ? ഇതല്ല ഇതിൻ്റെ ആൻസർ. ഇതാണ് ശരിയായ ആൻസർ. ചേരും പടി ചേർക്കുക. ഇത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. ചെറിയ രീതിയിൽ കുട്ടികൾ നല്ല രീതിയിൽ എന്താക്കണം, ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഖിസാസുൻ, ഗുലാമുൻ, ഖിലാഫുൻ, ളലാലിൻ, ലിലാലൻ. ഇതിലെല്ലാം ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇതിലുള്ളത്. ആദ്യത്തെ അക്ഷരം ലോദ്, ആദ്യത്തെ അക്ഷരം ലോയ്, ആദ്യത്തെ അക്ഷരം കോഫ്, ആദ്യത്തെ അക്ഷരം ഗൈന്, ആദ്യത്തെ അക്ഷരം ഹാ. ഇതിലുള്ളതായ പദത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തിലുള്ള അക്ഷരം നോക്കിയാൽ മതി. ആദ്യത്തെ അക്ഷരം ലോദ്, എവിടെയുണ്ട് ലോദ്? അല്ലേ? ലൊലാലിൻ, ലോദ് ഇവിടെ ഡി എഴുതണം. ആദ്യത്തെ അക്ഷരം ലോയ്, ലിലാലൻ ഈ എഴുതണം. ആദ്യത്തെ അക്ഷരം ഖോഫ്, ഖിസാസുൻ എ എഴുതണം. ആദ്യത്തെ അക്ഷരം ഗൈന്, ഗുലാമുൻ ബി ഇവിടെ എഴുതണം. ആദ്യത്തെ അക്ഷരം ഹാ, ഖിലാഫുൻ സി ഇവിടെ എഴുതണം. മനസ്സിലായില്ല കുട്ടികൾക്ക്? ഇതിൻ്റെ നേരെ മറ്റൊരു പേജിലേക്ക് നമുക്ക് കടക്കാം. പൂരിപ്പിക്കുക. 16 ഇദാ ജാഅ എന്നതിൽ ഡാഷിനെ കൂടുതൽ നീട്ടി ഓതണം. ജാഅ ജീം എന്നുള്ള അക്ഷരത്തിനെയാണ് കൂടുതൽ നീട്ടുന്നല്ലേ? നമുക്ക് മൊത്തത്തിൽ എന്ത് മനസ്സിലാകും? ഇവിടെ അലിഫിനെയാണ് നീട്ടുന്നത്. അങ്ങനെയല്ല, ജീമിനെ നീട്ടാൻ വേണ്ടിയാണ് അലിഫ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ചെയ്തേണ്ടത് ജീം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നീട്ടുന്ന അക്ഷരം, മദ്ദിൻ്റെ അക്ഷരം എഴുതാനല്ല ഇവിടെ പറയുന്നത്. ജീമിനെയാണ്, ഏത് അക്ഷരത്തിനെയാണോ നീട്ടുന്നത് ആ നീട്ടുന്ന അക്ഷരത്തിനെയാണ് എഴുതേണ്ടത്. ഓക്കെ. 17 കഅസ്ഫിൻ മഅകൂൽ എന്നതിൽ മീമിനെ ഉന്നത്ത് ചെയ്ത് ഓതണം, മണിച്ച് ഓതണം. കഅസ്ഫിൻ മഅകൂൽ മനസ്സിലായില്ലേ? മൽ ഹുതമ എന്നതിൽ എത്ര അക്ഷരങ്ങളാണ് മൊത്തത്തിലുള്ളത്? മീമ്, അലിഫ്, ലാമ്, ഹാ, ത്വാ, മീമ്, ഹാത്ത. മൊത്തത്തിൽ 8 അക്ഷരങ്ങളുണ്ട്. 19 ബിഹി നഖ്അ എന്നതിൽ ഹായിനെ ഡാഷ് ഓതണം. എന്ത് ചെയ്യണം? ഇവിടെ നീട്ടി ഓതണം. ബിഹി എന്ന സ്ഥലത്ത് നമ്മൾ നീട്ടണം. ഇവിടെ ചെറിയൊരു കുഞ്ഞ് യാ ഉണ്ട്. 20 ഉലൈക എന്നതിൽ വാവിനെ ഉച്ചരിക്കരുത്. ഇവിടെ ഉവുലായിക്ക എന്ന് പറയലില്ല, ഊലായിക്ക എന്നും ഓതാറില്ല. പിന്നെങ്ങനെയാണ്? ഉലൈക എന്ന് പറയുമ്പോൾ വാവ് സൈലൻ്റ് ആണ്, വാവിനെ ഉച്ചരിക്കാനില്ല. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21 യഅലമു എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? യാ, ഐന്, ലാമു, മീമ്. രണ്ടാമത്തെ അക്ഷരം ഐൻ. ഇവിടെ ഐന് എന്ന് എഴുതണം. അബത്തും എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏത്? അബത്തും. ഇവിടെയുള്ള ദാലിന് ഉച്ചരിച്ചില്ല, അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതണം? ദാല്. 23 ഇന്ന ശാനിയക എന്നതിൽ എത്ര ഹംസയുണ്ട്? 2 ഹംസയുണ്ട്. 1 2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ, ഈ അവസാനത്തിലുള്ളത് ഹംസയാണോ? അല്ല. അപ്പോൾ കുട്ടികൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടിയും കൂടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹംസ ഒരു സ്ഥലത്തുണ്ട്, രണ്ടാമത്തെ സ്ഥലത്ത് ഹംസയുണ്ട്, മൂന്നാമത്തത് കാഫാണ്. ഇവിടെയുള്ളതായ കാഫിൽ കൊടുക്കുന്നത് ഹംസയല്ല, അത് കാഫിൻ്റെ ചുരുങ്ങിയ മറ്റൊരു രൂപം കൂടിയാണ്. ഇവിടെ മൊത്തത്തിൽ 2 ഹംസകളാണ് ഉള്ളത്. 24 ഷദ്ദുള്ള നൂനിനെ എങ്ങനെ ഓതണം? മണിച്ച് അല്ലെങ്കിൽ ഉന്നത്തോടുകൂടി ഓതണം. ഉന്നത്തി എന്ന് എഴുതാം, ഇവിടെ മണിച്ച് എന്നും എഴുതാം. 25 ഷഹ്റിൻ എന്നതിൽ മധ്യത്തിലുള്ള അക്ഷരം, തുടക്കത്തിലുള്ളത് ഷീന്, മധ്യത്തിലുള്ളത് ഹാ, അവസാനത്തിലുള്ളത് റാ. അപ്പം നമുക്ക് വേണ്ടത് മധ്യത്തിലുള്ളത് ഹാ എന്ന് എഴുതണം. മനസ്സിലായില്ല കുട്ടികൾക്ക്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26
മാ അഅ്ബുദു എന്നതിൽ മീമിന് മുകളിൽ മദ്ദിൻ്റെ ചിഹ്നം കൊടുത്തത് എന്തിനാണ്? നീട്ടാനാണ്. നീട്ടാൻ വേണ്ടി എന്നെഴുതാം. മാ ഇവിടെയുള്ളതാ മദ്ദിൻ്റെ ചിഹ്നം കൊടുത്തത് നീട്ടാൻ വേണ്ടിയാണ്. ലിറബ്ബിഹി ലകനൂദ് എന്നതിൽ ഹായിന് ശേഷം ഇങ്ങനെയുള്ള ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന അടയാളം ഇത് എന്തിനാ കൊടുത്തത്? ലിറബ്ബിഹി ഇവിടെ കണ്ടില്ലേ, നേരത്തെ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ യാനിക്കുള്ള ചെറിയ രൂപമാണ്, കുഞ്ഞു യാ. ഇത് നീട്ടാൻ വേണ്ടിയാണ്, ഹായിനെ നീട്ടാൻ വേണ്ടിയാണ് കൊടുത്തത്. ഫീഹാ കുതുബുൻ ഖയ്യിമ ഇതിൽ ഖാഫുള്ള വാക്ക് ഏത്? ഇതിൽ ഖാഫുള്ള വാക്ക് ഫീഹ എന്നുള്ളതല്ല, കുതുബുന്നല്ല, പിന്നെ ഖയ്യിമൻ എന്നുള്ളതാണ്. ലഹുദ്ദീൻ എന്നതിൽ അലിഫിന് മുകളിൽ ഇങ്ങനെയുള്ളൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ടല്ലോ, ഇതെന്തിനാ കൊടുത്തത്? അത് ഹംസത്തുൽ വസ്ലാണ്. ചേർത്ത് ഓതുന്ന സമയത്ത് ഇത് സൈലന്റ് ആവും, ഉച്ചരിക്കാനില്ല. ലഹുദ്ദീൻ, ലഹു അദ്ദീൻ വേർതിരിച്ച് ഓതുന്ന സമയത്ത് ഇതിനെ ഉപയോഗിക്കും. ചേർത്ത് ഓതുന്ന സമയത്ത് ഹംസത്തുൽ വസ്ൽ എന്നാണ് ഈ ഒരു അടയാളത്തിൻ്റെ ഉദ്ദേശം. ഹംസത്തുൽ വസ്ൽ എന്ന് എഴുതിയാൽ മതി. 30ാമത്തെ ചോദ്യം, ഹാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ എഴുതുക. ഹബൽ, ഹത്ത അതുപോലത്തെ മറ്റു വാക്കുകൾക്ക് നിങ്ങൾക്കും കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. 31 ഫഉമ്മുഹു ഹാവിയ എന്നതിൽ ഹായിന് ശേഷം കുഞ്ഞു വാവ് കൊടുത്തത് എന്തിനാണ്? കണ്ടില്ലേ ഇവിടെ ഒരു വാവ്, കുഞ്ഞു വാവ്. ഫഉമ്മുഹു ഹായിനെ നീട്ടാൻ, ഇവിടെയുള്ള ഹായിനെ നീട്ടാൻ വേണ്ടിയാണ് വാവ് കൊടുത്തത്. 32 മത്ലഉൽ ഫജ്ർ എന്നതിൽ ഖമരിയായ 5 അക്ഷരങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ശംസിയായ അക്ഷരങ്ങൾ, ഖമരിയായ അക്ഷരങ്ങൾ, അതൊന്നുകൂടി നോക്കുന്നത് നല്ലതാണ്. അപ്പം മത്ലഉൽ ഫജ്ർ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അതിൽ മീമ്, ഐന്, അലിഫ്, ഫാ, ജീമ് എന്നുള്ളത് എന്താണ്? ഖമരിയായ അക്ഷരങ്ങളാണ്. മനസ്സിലായില്ലേ? 33 റിഹ്ലതശ്ശിതാഇ എന്നതിൽ 10 അക്ഷരങ്ങൾ ഏവ. ഇതിലുള്ളതായ 10 അക്ഷരങ്ങൾ റാ, ഹാ, ലാം, താ, ഹാത്ത, അലിഫ്, ലാം, ഷീൻ, താ, അലിഫ്, ഹംസ. ഓക്കെ, നല്ല രീതിയിൽ കുട്ടികൾ പരീക്ഷ എഴുതണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.